കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജിൻഡോ ജോൺ, വലിയൊരു ആയുധം കിട്ടിയെന്ന രീതിയിൽ ആഘോഷിക്കുകയായിരുന്നു UDF സൈബർ ഹാൻഡിലുകളെല്ലാം. ഇപ്പോൾ പോലീസ് നടപടിയെടുത്ത് അതിവേഗം അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ഈ സൈബർ ഹാൻഡിലുകളും കോൺഗ്രസും പ്രതിരോധത്തിലാകുന്നുണ്ടോ ജിൻഡോ? കോൺഗ്രസ് എന്തിനാ സൈബർ ഹാൻഡിലുകൾ ചിലപ്പോൾ പ്രതിരോധത്തിലാകുന്നുണ്ടാവും. അത്തരത്തിലുള്ള ആക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തുന്ന ആളുകൾ അന്വേഷണത്തിന് വിധേയമാകപ്പെട്ടു. കോൺഗ്രസ് പ്രതിരോധത്തിലാകേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ വരുന്ന ആരോപണങ്ങളൊന്നും കോൺഗ്രസ് നിർമ്മിച്ചതോ കോൺഗ്രസ് പ്രചരിപ്പിച്ചതോ അല്ല. ഇതിന്റെ ആദ്യഘട്ട പ്രചാരകരൊക്കെ CPM-മായി അടുത്ത ബന്ധമുണ്ടായിരുന്നവരും ബന്ധമുള്ളവരും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത് അത് അവിടെ ആ പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് തന്നെ കൃത്യമായിട്ട് അത് പരിശോധിക്കപ്പെടണമെന്ന്. ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത് എന്നൊക്കെ പരിശോധിക്കപ്പെടണം. അതുകൊണ്ട് കോൺഗ്രസിന് പ്രത്യേകിച്ച് അമിത ആഹ്ലാദത്തിന്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യവും ഇവിടെ ഇല്ല. കാരണം ഇത്തരം ആക്ഷേപം കോൺഗ്രസിലെ ഒരു നേതാവിനെതിരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് എടുത്തിട്ടൊരു പാർട്ടിയാണ് ഞങ്ങൾ. അതേ വിഷയത്തിൽ ആദ്യം FB പോസ്റ്റ് ഇട്ട കോൺഗ്രസ് പ്രാദേശിക നേതാവ് അത് പിൻവലിക്കുകയോ താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് ഒരു പിന്മാറ്റത്തിന്റെ സ്വരം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടാവുകയോ കാണുന്നുണ്ട്. അല്ല, അദ്ദേഹം ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് CPM-ന്റെ ഏതോ ഒരു പ്രാദേശിക പ്രവർത്തകന് ഇട്ടുകൊടുത്ത ഒരു സാധനം അദ്ദേഹം അത് കിട്ടിയ വഴി തന്നെ പ്രചരിപ്പിച്ചു. അതിന്റെ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അത്ര ബോധ്യമില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തു, പിൻവലിച്ചു എന്നാണ് ഞാൻ കണ്ടത്. അതിനുശേഷം VS അച്യുതാനന്ദന്റെ മുൻ പ്രൈവറ്റ് സ്റ്റാഫ് അംഗമായിട്ടുള്ള ഷാജഹാന്റെ യൂട്യൂബിലും മെട്രോ വാർത്തയിലൊക്കെ ഈ വാർത്ത വന്നതിന് ശേഷം മറ്റാളുകൾ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്നുള്ളത് കൃത്യമായി കണ്ടെത്തണം. പോലീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടിയെടുത്തത് നന്നായി, അഭിനന്ദനീയമാണ്. പക്ഷെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ച ആളുകൾ ആരാണെന്ന് ഇതേവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ സൈബർ അറ്റാക്കുകൾ UDF-ലോ LDF-ലോ BJP-ലോ അതുപോലെയല്ലോ, വാലും തലയും ഇല്ലാത്തൊരു വാർത്ത. രണ്ട് വ്യക്തികളല്ലേ അവർക്ക് കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു വസ്തുതയുടെ അടിസ്ഥാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് പറഞ്ഞിക്കാം. താങ്കളുടെ വാളിൽ ഇപ്പോഴും താങ്കളുടെ പോസ്റ്റ് നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായ വസ്തുതയുടെ പിൻബലമില്ലാത്തൊരു വാർത്ത ഇത്രയും സൈബർ ഹാൻഡിലുകളിൽ, അത് UDF കോൺഗ്രസ് സൈബർ കൂട്ടം എന്നൊക്കെ പറയുന്ന നിരവധി ഹാൻഡിലുകളിൽ അത് പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം ഈ ഹാൻഡിലുകളും ഒപ്പം അതിന്റെ നേതൃത്വം സ്വാഭാവികമായി പറയേണ്ടി വരില്ലേ? അല്ല, അതിലൊരു ഒന്നാമത്തെ കാര്യം, ഈ സൈബർ ഹാൻഡിലുകളുടെ മുഴുവൻ ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല. കാരണം ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ ഉൾപ്പെടെ എത്രത്തോളം ആക്ഷേപം നേരിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ പാർട്ടിയുടെ സൈബർ ഹാൻഡിലുകൾ എന്ന് പറഞ്ഞ് അതിനങ്ങനെ ഏകീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പലരും ചെയ്യുന്നുണ്ട്. അതൊക്കെ അന്വേഷിക്കട്ടെ. പിന്നെ എന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അതിന് പരാതി ഉണ്ടായിരുന്നു, അതിന് പരാതി പറയാൻ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പരാതിയില്ലെന്നേ. ആർക്കാ പരാതി? ഷൈൻ ടീച്ചർക്കോ ഉണ്ണികൃഷ്ണനോ? ആർക്കും ഒരു പരാതിയില്ല. പരാതിയില്ലാത്തൊരു കേസിലാണ് ഇങ്ങനെ ഒരു പുക വെച്ച് മാത്രം ഈ രീതിയിലുള്ള പ്രചാരണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ആരാ പരാതിക്കാര്? ആരുടെ പരാതിയില്ല പോലീസ് കേസെടുത്തിരിക്കുന്നത്? ആരാ അവിടെ പരാതി കൊടുത്തിരിക്കുന്നത്? റിനിക്ക് പരാതി ഉണ്ടായിരുന്നില്ലേ? റിനി പരാതി കൊടുത്തിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ? റിനി പരാതി കൊടുത്തിട്ടില്ല. പക്ഷെ അവരുടെ ഒരു ആരോപണം റിനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിച്ച് ഞാൻ ഇതേവരെ കണ്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്, ഞാൻ തിരുത്താം. റിനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിൽ പല കാര്യങ്ങളും വരും. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലായാലും ഏത് വിഷയത്തിലായാലും നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആണ്. ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഒളിക്യാമറ വെച്ച് മറ്റാളുകളുടെ സ്വകാര്യ ജീവിതത്തിൽ അന്വേഷിക്കാൻ പോകുന്നവർ അവരവരുടെ പക്ഷം കൂടി പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ്. ഇനി താങ്കൾ ഒരു കാര്യം സൂചിപ്പിച്ചു, എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കൾ പരാമർശിച്ച ഒരു വ്യക്തികളെയും ഞാൻ പരാമർശിച്ചിട്ടില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിനെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടത് അവരുടെ പ്രസ്ഥാനത്തിന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. ഇത് CPM-ൽ ഒരു നേതാവിനെതിരെ വരുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ഒരു നേതാവിനെതിരെ വരുമ്പോൾ മാത്രമല്ല, ഇത് മുഴുവൻ പൊതുപ്രവർത്തകരുടെയും ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രാഷ്ട്രീയ മൊറാലിറ്റിയുടെ ക്ലാസ് എടുക്കാൻ നടക്കുന്നവർ അവരവരുടെ പക്ഷത്തുകൂടി പരിശോധന നടത്തണം എന്നുള്ളതാണ് എന്റെ ആർഗ്യുമെന്റ്. അതിനപ്പുറത്ത് ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിച്ചു എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങനെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് പിൻവലിക്കാൻ. താങ്കളുടെ പോസ്റ്റിന്റെ കാര്യത്തിൽ താങ്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. നന്ദി ശ്രീ ജിൻഡോ ജോൺ പ്രതികരിച്ചതിന്. എന്തായാലും പോലീസ് ഇപ്പോൾ അതിവേഗ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ആ അന്വേഷണത്തിൽ വലിയ സംതൃപ്തിയുണ്ട് എന്ന ഒരു വാദം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ജിൻഡോ ജോൺ. ഇത്തരം ആരോപണങ്ങൾ വരുന്ന മുറയ്ക്ക് അതിന്റെ ഉറവിടം എവിടെയാണെന്ന കാര്യത്തിൽ വേഗത്തിൽ അന്വേഷണം എല്ലാ കേസുകളിലും വേണം എന്നൊരാവശ്യം കൂടിയാണ് ജിൻഡോ മുന്നോട്ട് വെക്കുന്നത്.